എന്താ ചെയ്യണേ ബുഷ്? എന്താണ് ചെയ്യണേ? കല്ലോണ്ട് കളിക്കേ? നോട്ടെ നോട്ടടാ. മുളുകുത്തിയാ? എവിടെ? ചെടിയുമെന്ന് കുത്തിയതാവും. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് ഈവനിങ് ടൈം ആട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഐബൂനായിട്ട് മിക്ക ദിവസവും ഇങ്ങനെ നമ്മൾ വില്ലയുടെ കോമ്പൗണ്ടിലേക്ക് കളിക്കാൻ ഇറങ്ങൂട്ടോ. അവനിങ്ങനെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ബോറടിക്കല്ലേ. അപ്പോൾ വൈകിട്ട് ഇങ്ങനെ കളിക്കാറെങ്കിൽ ഒരു അരമണിക്കൂറാവാൻ കല്ലിലും മണ്ണിലൊക്കെ കളിച്ച് ഒന്ന് ഉഷാറാവട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ അതാ ക്ലൈമറ്റൊക്കെ മാറിയതുകൊണ്ട് തന്നെ ഏകദേശം 5 ആകുമ്പോഴത്തേനും ഇരുട്ടൊക്കെ ആയി, നൈറ്റൊക്കെ ആയി തുടങ്ങുമല്ലോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 1 വീക്ക് മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കണേ. കുറച്ച് വയ്യായൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ വീട്ടിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നാൻ തോന്നാം. അപ്പോൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഇരിക്കട്ടെ, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കട്ടെ വിചാരിച്ചിങ്ങനെ കിച്ചണിലേക്ക് പോയിട്ട് അപ്പോൾ നമുക്ക് കാണേ. വെറുതെ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ച് തിന്നാട്ടി ഭേദം ഞാൻ വിചാരിച്ചൊരു ചീസി ഫ്രൈസ് ഉണ്ടാക്കാമെന്ന്. വലിയ വ്യത്യാസമൊന്നുമില്ല. ചിക്കനിലല്ല അവിടെ ഫ്രൈസിൻ്റെ ചിക്കൻ്റെ പകരം ചിക്കനൊക്കെ ഇനി ഫ്രീസറിൽ നിന്ന് എടുത്ത് വരുമ്പോൾ ഐസല്ലേ, അപ്പോൾ പിന്നെ തിന്നാളെ മൂഡ് അങ്ങോട്ട് പോകും. പക്ഷേ ലോഡ് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഖത്തറിൽ മിക്ക ഷോപ്പിലും പോയപ്പോൾ 2 തവണ തിന്നതും ഈ ചീസി ഫ്രൈസാണ്. ചിക്കൻ ഇല്ലാണ്ട് അവർ ഇതാണ് ലോഡ് ഫ്രൈസ് എന്ന് എടുത്ത് തരും. പക്ഷേ എന്താ അവർ ലോഡ് ഫ്രൈസ് ഇങ്ങനെയെന്നല്ല, നമ്മൾ നാട്ടിലത്തെ ലോഡ് ഫ്രൈസ് ശരിക്കും മിസ് ചെയ്യേണ്ടിയിട്ട് ഇവിടെ അത് കിട്ടണേ ഇല്ല. അപ്പോൾ ഞാൻ നമുക്ക് വേണ്ട ടോപ്പിങ്സൊക്കെ ഇടാം. ആദ്യം മയോനൈസ് ഒഴിച്ച് സോസ് ഒഴിച്ച് എന്നിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സാക്കി എടുത്തിട്ടോ. സ്വീറ്റ് കോൺ നമുക്ക് പാർക്കി പോകുമ്പോൾ ഇതിനാട്ടാ വേണം അമ്മ. ഇത് വേണ്ടത്. പിന്നെ മൊസല ചീസ് ഞാൻ അവിടെ ആഡ് ചെയ്യണം കേട്ടോ. അത് അത്യാവശ്യം അധികം ആഡ് ചെയ്തിട്ട് ചീസിന് വലിയണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്യാവശ്യം ആഡ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ വൈകിട്ടൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നും. അപ്പോൾ നമ്മളങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഇഷ്ടമുള്ള തിന്നാൻ ഒരു സുഖമല്ലേ. അപ്പോൾ മാംഗോ ജ്യൂസ് ഇത് കഴിഞ്ഞേക്കിട്ട് ഇട്ടുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. അപ്പോൾ കുറച്ചുണ്ടെങ്കിൽ അതും ഇപ്പോൾ ചീസ് ഇങ്ങനെ വലിയേണ്ടത് നല്ല ചൂടോടൊക്കെ തിന്നാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ചൂടാറും. പക്ഷേ ആ ചീസ് വലിയത് ചൂടാറി കഴിഞ്ഞാൽ ഒന്ന് കുറയും. ചീസ് വലിയണമൊക്കെ വേണ ഇതൊക്കെ ചീസ് വലിയണം ഉണ്ടോ? സൂപ്പർ, യു ലൈക്ക് ഇറ്റ്? അപ്പോൾ സാധാരണ ഇങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൻ വല്ലാണ്ട് ഇൻട്രസ്റ്റ് കാണിക്കാറ്. ചീസ് കണ്ടിട്ട് എന്താണെന്നറിയില്ല വന്ന് നോക്കിയിട്ടാ. അപ്പോൾ അവനക്ക് കൊടുത്ത് അവനക്ക് ഇഷ്ടമായി പറഞ്ഞ് 2-3 വായ തിന്നു. പിന്നെ ആ ജ്യൂസ് കുടിച്ചിട്ട് അവിടെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചീസ് ഇങ്ങനെ വലിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. എങ്ങോട്ട് പോ? എങ്ങോട്ട് പാർക്കിലേക്കാ? ആരൊക്കെ? എക്സൈറ്റഡ്? അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയിട്ടൊന്ന് പുറത്തേക്ക് പോയിട്ടോ. ഞങ്ങളിങ്ങനെ വീക്കെൻഡ്സിൽ ശനിയാഴ്ചയൊക്കെ മിക്കപ്പോൾ കുറേ ആയിട്ട് ഉച്ചക്കല്ലേ പുറത്ത് പോകും. നൈറ്റ് പുറത്ത് പോക്ക് വളരെ കുറവായി.
ഇപ്പോൾ തണവൊക്കെ തുടങ്ങിയില്ല. ഇന്ന് നോക്കിയൊക്കെ എങ്ങനെയുണ്ട് തണവെന്നൊക്കെ. അപ്പോൾ മാത്രമേ കേട്ടോ ഞങ്ങൾക്കൊന്നും സൗണ്ട് ഉണ്ടാക്കല്ലേ, സാധനങ്ങൾ മേടിക്കാൻ പോവാണ്ട് ഒരു സാധനം മാറ്റാണ്ട് ഇവനെ കുറേ പാർക്കി കൊണ്ടുപോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. വേഗം 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 നടക്ക്. ഇതെന്താ കൈ പോക്കറ്റ് ഇട്ടേക്കണേ? ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങിയോണ്ട് ഞാൻ കുറച്ച് കട്ടിയുള്ള ടോപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് തണവാവും വിചാരിച്ചിട്ട്. നോക്കുമ്പോൾ എന്താ, അന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയ ദിവസം കാറ്റുമില്ല തണവുമില്ല, കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ്. പക്ഷെ ഷാമിയൊക്കെ തലേ ദിവസം പോയപ്പോൾ നല്ല കാറ്റും തണവും ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നിട്ടാ. വെല്ല് പിടിച്ചിട്ടാ ഫസ്റ്റ് പോയത് തുമ്മാമ പാർക്കിലാട്ടോ. ഞങ്ങളിതിന് മുമ്പൊക്കെ പാർക്കിലേക്ക് വരുമ്പോൾ ഒറ്റ മനുഷ്യന്മാർ, ആകെ 2-3 ഫാമിലി ഉണ്ടാവാറില്ല. ഇന്ന് നോക്കി എത്ര ആൾക്കാരാ, കുറേ അത്യാവശ്യം പാർക്ക് മൊത്തം ഫുള്ളായിരുന്നിട്ടാ. കാരണം ക്ലൈമറ്റൊക്കെ ഇനിയിപ്പോൾ മിക്ക ടൈമിൽ പാർക്കിൽ ഇങ്ങനെ തന്നെയാവും, ക്ലൈമറ്റൊക്കെ മാറിയോണ്ട് കാറ്റൊക്കെ ചൂടില്ലല്ലോ. കുട്ടികൾ ഫുള്ള് ആൾക്കാരായി. ഇവന് കുട്ടികളെ കണ്ടിട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിരുന്നു അവന് ഫുള്ള് ആൾക്കാരായിട്ട്. എന്താണ് ഹാപ്പിയാണോ? മെല്ലെ 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 അങ്ങോട്ട് ചാടിയണല്ലോ. എവിടെ ജീൻസ് ആണ് നല്ലപോലെ വരും, കണ്ട സ്മൂത്ത് ആയിട്ട് വരും. ഒന്നുകൂടി ജീൻസ് ആണ് സ്മൂത്ത് ആയിട്ട് വരും. മെല്ലെ 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 എബി മെല്ലെ. ചായ പിടിക്കട്ടാ. കുറച്ച് വലുപ്പുണ്ടിട്ട് ചാമേ. ഇതീ കൂടെ ഡൈനോസർ പോലത്തെ. ഏത് കളർ ഡൈനോസറാ? ഒരു ബേബി ബാക്കില്. ഹായ് ഹായ് ഹായ്. ഒരു സെക്കൻഡ്. ഓ സ്ട്രോങ് ബോയ്. ഓ സ്ട്രോങ് ബോയ്. അങ്ങനെ എങ്ങനെയാക്കി? ഓ എന്ത് പേടിണ്ടാ? സ്ട്രോങ്. അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ സാധനത്തിൽ പിടിച്ചു കയറാൻ അത്യാവശ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അങ്ങനെ അതിനോടൊന്നും പേടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വലിയ കുട്ടികളുടെ റൈറ്റിലാണ് സൈഡിലുള്ളത്. അതിലൊക്കെ പിടിച്ച് മൂപ്പരാളിങ്ങനെ കയറി നോക്കണ്ട കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഷാമിയൊക്കെ പ്രോത്സാഹിപ്പിക്കും. അവനൊക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ അവൻ ചെയ്തോട്ടെ, നമ്മൾ പ്രോത്സാഹിപ്പിക്കാം, ചെയ്ത് പഠിക്കട്ടെ. നമ്മൾ കൂടെ നിൽക്കട്ടെ. കാരണം ചിലപ്പോൾ അവരത്ര വലുതായിട്ടില്ല, ചിലപ്പോൾ ബാക്കിൽ കയറ്റി വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കൈ പിടിച്ചിട്ട് നല്ല എല്ലാത്തിലും കയറി അങ്ങനെ നോക്കിയിരുന്നിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 1 വീക്ക് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അവനൊന്ന് പാർക്കിൽ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് പോയിട്ടുണ്ടെന്നില്ല. അപ്പോൾ അവനക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കളിച്ചപ്പോൾ നല്ല ഹാപ്പി ആയിക്കണം. കുറേ കുട്ടികളും കണ്ടപ്പോൾ അവരെ പിന്നാലൊക്കെ ഓടിയിട്ടേ. സാധാരണ വരുമ്പോൾ ഇത്ര അധികം ആൾക്കാരുണ്ടാവാറില്ല. അപ്പോൾ പിന്നെ അത്യാവശ്യം അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാട്ടോ നമ്മൾ പിന്നെ ഗ്രോസറി ഐറ്റംസ് ഞാൻ മേടിക്കാണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നേരെ നമ്മൾ കെൻസിക്ക് അങ്ങനെ പോവുകയും ചെയ്തിട്ടാ. എന്താ വരിക അയ്ബോ എന്തോടൊക്കെ കൊളന്നുകൊണ്ടി എന്താ ഇപ്പത് ഐക്യം എന്താ ചെയ്യണ്?
ഇന്നിപ്പോൾ സാധാരണ നമ്മൾ മേടിക്കുന്ന ഗ്രോസറി ഐറ്റംസ് അല്ലാണ്ട് എക്സ്ട്രാ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് എന്താ വെച്ചാൽ വൈറ്റ് സോസ് പാസ്ത അല്ലേ ഇന്ന് നൈറ്റ് കഴിക്കണമെന്ന് ഷായിബു പറഞ്ഞിരുന്നു. അപ്പോൾ അവനക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും അതിൻ്റെ സാധനങ്ങൾ മേടിക്കുക, വീട്ടിലുണ്ടാക്കി കൊടുക്കാമല്ലോ കഴിക്കുകയാണെങ്കിൽ വിചാരിച്ചിട്ട് മാക്രോണിയും അതിന് വേണ്ടിയിട്ടുള്ള ചീസും പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രഷ് ക്രീം പോലത്തെ സാധനം ഇതിൽ ഒഴിക്കണത്. അപ്പോൾ ഇതൊന്നും അങ്ങനെ നമ്മൾ മേടിക്കാറില്ല. എപ്പോഴേലും ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ മതിയല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ മേടിക്കുന്നത്. ഇത് കണ്ടായി തിക്ക് ക്രീം ഇത് അടിപൊളിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ മാഗി മക്രുണി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് മേടിക്കുന്ന സംഭവങ്ങളല്ലാണ്ട്. ഈ തിക്ക് ക്രീം അത്യാവശ്യം നല്ല സാധനമായിട്ട് ഇത് കുനാഫൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് യൂസ് ചെയ്യാൻ തോന്നുന്നു. നമ്മളെന്തായാലും മാക്രോണി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ മേടിച്ച്. പിന്നെ നമ്മൾ ഡെയിലി മേടിക്കണ ആഴ്ചയിൽ വീക്ക്ലി മേടിക്കണ സാധനങ്ങൾ, അതായത് ഐബൂനുള്ള പൊടിയേരി അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ പച്ചക്കറി ഞാൻ അതൊക്കെ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സ്ട്രോബെറി നമ്മൾ തണവായി കഴിഞ്ഞാൽ നല്ല ഓഫറിന് നല്ല കിട്ടുമല്ലോ. പക്ഷേ ഇത് ഞാൻ മേടിച്ച് നോക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി മധുരമുള്ള കിട്ടുക തന്നിട്ടുണ്ട്. ഇത് അത്ര അങ്ങോട്ട് വിചാരിച്ച പോലെ മധുരം ഉണ്ടായിരുന്നില്ല, പുളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 2 സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നല്ലതായിരുന്നു, ഒന്ന് പുളി മാത്രം. പിന്നെ നമ്മൾ എന്നത്തെയും വീക്കിലി ഗ്രോസറി എണ്ണ ചിക്കൻ അങ്ങനത്തെ ഓരോന്നൊക്കെ ആയി മേടിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും കെൻസിക്ക് വരുന്നത് എന്താണെന്ന് പറയും, ഇവിടെ ആകുമ്പോൾ ഐബു നമ്മൾ കൺവെട്ടത്ത് കാണാം. മറ്റേതൊക്കെ ഐബു അങ്ങോട്ട് ഓട് സഫാരിക്കൊക്കെ പോയാൽ വലിയ ഷോപ്പല്ലേ കാണിയേ ഇല്ല. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ എന്നും വരുന്ന ഷോപ്പായതുകൊണ്ട് ആൾക്കാർക്കും അവനറിയാം അത്യാവശ്യം അവിടെ നമ്മൾ കൺവെട്ടത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇതാ ആവശ്യമുള്ളതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ബില്ലടിക്കട്ടാ. ഞങ്ങൾ നേരെ പോയത് ഹോട്ടയും കുളിക്കാട്ടും. നമ്മൾ പണ്ടൊക്കെ മിക്ക ടൈമിലും വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ ശനിയാഴ്ച ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നതായതുകൊണ്ടേ നൈറ്റ് വരൽ കുറവായിട്ട് കുറേ ആയി വന്നിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പാസ്ത ഇതൊക്കെ കഴിക്കാൻ വേണ്ടി അവനക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ഓട്ടംകൂളിക്ക് വന്നിട്ട് ഇവിടെ അവൻ നോക്കുമ്പോൾ ഇന്നധികം തിരക്കൊന്നും കാണാനില്ല. ടൈം ആവാത്തതുകൊണ്ടാവണോ അതോ ആൾക്കാരില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ പോക്കപ്പിളീനി അബുവിന് പപ്പ ചെറിയ പ്ലെയിൻ ഉണ്ടാക്കി തരട്ടെ കുഞ്ഞി. ഇതിന്നൊക്കെ ഐബുവിന്റെ ചിന്തകൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക കളികളാണിത് അല്ലേ? എന്റെ മോന്റെ വിക്രസുകളൊക്കെ കാണാം നമുക്കിന്ന്. അയ്യോ പറ്റിയില്ല. ഓ എട്ടുകാലിയാണോ? സ്പൈഡർമാനാണോ? നോക്കടാ ഇങ്ങനെ പിടിക്കും. മേലേക്ക് മേലേക്ക് നോക്കത് പറിച്ചിട്ട് ഇവനിങ്ങനത്തെ ഷോപ്പിലൊക്കെ വന്ന ഭയങ്കര ഇതായിട്ട് കണ്ട ലേറ്റ് അടിച്ച് പൊട്ടിക്കാൻ നോക്ക്. ഇതുകൊണ്ടൊക്കെ ഷാമയൊക്കെ എയർപ്ലെയിനൊക്കെ ഉണ്ടാക്കിയിട്ട് അവനൊന്ന് മൂടൊക്കെ മാറ്റിയിരുന്നത്. വല്ലാത്ത ചങ്ങായിയാണ്, പിടിച്ചാൽ കിട്ടില്ല. കുറുമ്പല്ലേ, പൊരിച്ചൽ വാസമല്ലേ. സമാധാനായില്ല ഇബോ? ഇബുവിന് ആകെ കൂടി ഇഷ്ടമുള്ളൊരു പുറത്തിറങ്ങി ഇഷ്ടമുള്ളൊരു സാധനമാണിത്, വൈറ്റ് സോസ് പാസ്ത. ഹോട്ടലിൽ വരാൻ പറ്റൂല കേട്ടോ മോനെ. ഞാൻ അടുത്ത സ്പൂൺ കൊണ്ട് എന്തേലൊക്കെ ഇത് തിന്നില്ലേ? എനിക്കിഷ്ടല്ലേ? ചൂട 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 പപ്പ തരൂ, പപ്പ തരൂ, ഊതി തരൂ പപ്പ, പപ്പ ഊതി തരൂ കേട്ടാ. ആ സോസാണ് അവനക്ക് ഇഷ്ടം. എങ്ങണ്ട് എങ്ങണ്ട് പറയേ? ഗുഡ്. നമ്മളെപ്പോൾ ഇവിടെ വന്നാലും ഒരു പാസ്തയും പിന്നെ അതുപോലെ തന്നെ ഒരു 4 പീസ് ചിക്കൻ്റെ ഒരു കോംബോ ഉണ്ട്, അതായിട്ട് ഓർഡർ ചെയ്യുക. അത് നല്ല ടേസ്റ്റായിട്ട് ഇവിടുത്തെ ചിക്കനും. വേറെ ഒന്നും ഇവിടെ നിന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ പണ്ട് അങ്ങോട്ട് ഷവർമ്മ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തോന്നുന്നുണ്ട്. കൂടുതലായിട്ടും നമ്മൾ ഇവിടുന്ന് ഇത് തന്നെയാണ് വാങ്ങാറ്. ഇത് കിട്ടി മഷ്റൂം. എങ്ങനെയുണ്ട് ജാസുകുട്ടി? സൂപ്പർ.
അപ്പോഴും സൂപ്പർ കുറെ തിന്നാത്തോണ്ട് സൂപ്പർ സിനിമാറ്റിക് ആണിത് എന്താണ് അങ്ങനെ അവിടുന്ന് ആ ഫുഡൊക്കെ കഴിച്ചപ്പോൾ കുറേ ആയിട്ട് കഴിക്കാത്തതുകൊണ്ടേ നല്ല ടേസ്റ്റ് തോന്നിയിരുന്നിട്ട് അപ്പോൾ മൂപ്പരാളും കുറച്ചൊക്കെ കഴിച്ച് അയ്യോ ആകെ കൂടി പുറത്തിറങ്ങിയ കഴിക്കണ ഒരു ഫുഡ് ഇത് മാത്രം മൂപ്പരാൾ അങ്ങനെ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളിത് വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ നമ്മൾ മക്രോണി മേടിച്ചുകൊണ്ട് തന്നെ ഇനി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം അവനക്ക് അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് കഴിക്കുമല്ലേ എന്ന് അള്ളാഹ്ക്കറിയാം ചിലപ്പോൾ പുറത്തത്തെ അത്ര ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ വന്നോ അപ്പോൾ മേടിച്ച സാധനങ്ങളൊക്കെ ഇതാ ഓരോന്നാക്കിയിട്ട് ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് കാണാം നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ സി യു